ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഗീ റൈസ് വയ്ക്കാം. അപ്പം അതിന് ഞാൻ ചട്ടിയരിപ്പ് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചെറുതായിട്ടല്ല നീളത്തിന് അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞത് അത് നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് മുന്തിരിയും കൂടെ മൂപ്പിച്ചെടുക്കാം. പിന്നെ വേഗം തന്നെ മൂത്ത് കിട്ടും. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഗീ റൈസ് വയ്ക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ. ഇതിലേക്ക് 1/2 kg നെയ്യുടെ ഒരു 50 ഗ്രാമിൻ്റെ നെയ്യായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത് 3 കൂട്ടം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ബാക്കി വെച്ചിരുന്ന സബോളയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് കോരിയ സബോള ഈ ഒരു കളറിലാണ് കേട്ടോ ഞാൻ വറുത്ത് കോരി വെക്കുന്നത്. പിന്നെ ഇതെല്ലാം വറുത്തിട്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പം സബോള ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് കഴുകി, ഞാനിത് ചെയ്യാൻ വന്നപ്പം കഴുകി വെച്ചിട്ട് വന്നത് കേട്ടോ. അതായത് ഒരു 10-15 മിനിറ്റ് കഴുകി വെച്ചിരുന്ന അരിയ, അത് ജീരകേരി കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മെഷർമെൻറ്റ് കപ്പിന് ഒരു 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം 4 കപ്പിന് 8 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയെടുക്കുന്ന വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു നാരങ്ങയുടെ ശകലം നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി സോഫ്റ്റും ആയിരിക്കും, ഒട്ടാതെ ഇരിക്കും, ചോറ് തമ്മിൽ. ഒരു നാരങ്ങയില്ല കേട്ടോ, പകുതി നാരങ്ങയുടെ. അപ്പം ഇത് വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തത് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് അടിയിൽ എന്തെങ്കിലും വെയിറ്റുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂടി ചെറിയ തീയിലൊന്ന് വേട്ടെ. നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ഈ സബോളയും ബാക്കിയുള്ള സാധനം എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ആവി കയറിയിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം ഞാനുണ്ടാക്കിയ സ്റ്റൈല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഗീ റൈസ് റെഡി. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ പിന്നെ മട്ടൻ കറിയോ ബീഫോ അങ്ങനെ ഏതെങ്കിലും കറിയൊക്കെ കൂട്ടി പപ്പടം പൊരിച്ചതും സലാഡും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.